അടിപൊളി ഫിലിമാണ്. റിയലി ഗുഡ്, ബ്രില്യൻറ്റ്. എല്ലാം ഡിറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, മ്യൂസിക് എല്ലാം സൂപ്പർ. പൃഥ്വിരാജ് രക്ഷയില്ല. പൃഥ്വിരാജും ഹീറോയിൻ്റെയും കെമിസ്ട്രി ഒരു രക്ഷയില്ല. ടു ഗുഡ്. അതെ, ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. ശരിക്കും എല്ലാ രീതിയിലും ഇമോഷണൽ, ഭയങ്കരമായിട്ട് എല്ലാ കോഡും ടച്ച് ചെയ്യുന്നുണ്ട്. സൂപ്പർ, എക്സലന്റ് മൂവി. അടിപൊളിയായി, ഇഷ്ടമായി. പുഷ്പ രണ്ടും ഞാൻ പറഞ്ഞ പോലത്തെ രണ്ടും വേറെ വേറെയല്ലേ, നമുക്ക് അങ്ങനെ കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അത് രണ്ടും അതിൻ്റെതായിട്ടുള്ളൊരു രസമുണ്ട്. രണ്ടും നന്നായിട്ടുണ്ട്. ആക്ഷൻ ആയാലും റൊമാൻറ്റിക്. അല്ല, ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ റിവ്യൂസ് കുറെ കേട്ടായിരുന്നു. നല്ലതാണ്. തിയേറ്റർ വാച്ച് ആണ്. ഉറപ്പായിട്ട് തിയേറ്ററിൽ വന്ന് തന്നെ കാണും. അത്ര എനിക്ക് പറയാം. അടിപൊളി പടം, എല്ലാവരും കാണാം. തിയേറ്ററിൽ വന്ന് കാണും. ആ എക്സ്പീരിയൻസ് വേറെ തന്നെ. സൂപ്പറാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് കാണുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഇല്ല, അതുകൊണ്ട് ആ ത്രില്ലുണ്ട്. ആ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് സൂപ്പറാണ്. അടിപൊളിയായിട്ടുണ്ട്. ഷമ്മി തിലകൻ ചേട്ടന്റെ പെർഫോമൻസ് തിലകൻ ചേട്ടന്റെ പോലെ തന്നെയാണ്. കോപ്പി പേസ്റ്റ് പോലെ പറയാം. സൂപ്പർ ആയിട്ടുണ്ട്. ഇതുവരെ കാണാത്ത ഒരു കഥാപാത്രമാണ് കണ്ടത്. മാസ് മൂവിയാണ്. എല്ലാവരും വരിക, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ചൊരു എനിക്കൊരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തു. അത് മാറ്റി നിർത്താണെങ്കിൽ ടോട്ടലി ഫിലിം ഭയങ്കര എന്റർടൈനിങ് ആണ്. പിന്നെ ഷമി തിലകന്റെ ക്യാരക്ടർ ഇതിൻ്റെ അകത്ത് ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിനെയാണ് കൂടുതലായിട്ട് പുകഴ്ത്തി പറയാനുള്ളത് ഇതിനകത്ത്. പൃഥ്വിരാജിന്റെ പെർഫോമൻസ് നമ്മൾ എപ്പോഴും കാണുന്ന ആളാണല്ലോ. അദ്ദേഹം എപ്പോഴും മാസ് ചെയ്യുന്ന ആളാണ്. ഷമി തിലകനെ നമ്മൾ എപ്പോഴും ഒരു വില്ലൻ സ്റ്റൈലിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതിനകത്ത് നമുക്ക് വില്ലൻ എന്നൊന്നും പറയാൻ പറ്റാത്ത, നമ്മളിലൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഭയങ്കര ഡെപ്തിലേക്ക് ഇറങ്ങുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന്റെ ഇതിനകത്ത്. താങ്ക് യു. മൂവി അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് ആണെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും കാണണം. നല്ല അടിപൊളി ആക്ഷൻ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ആദ്യമൊക്കെ ഒന്ന് ലാഗുമായിട്ട് തോന്നി. പിന്നെ എന്താ പറയുക, അടിപൊളിയായിരുന്നു ആളുടെ പെർഫോമൻസ്. പ്രത്യേകിച്ച് മറ്റേ ജീപ്പിൽ നിന്നൊക്കെ ഒരു സീൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്തായാലും കാണണം. എല്ലാവരും സഹകരിച്ച് അത് 50 കോടി കടക്കാൻ പറ്റും. അത് പറയണ്ടല്ലോ, വളരെ നല്ല ഗംഭീരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. മ്യൂസിക് നല്ലതാണ്, ആക്ഷനുണ്ട്, എല്ലാം നല്ലതാണ്. ഫാമിലി ആയിട്ട് വന്ന് കാണാം. കുട്ടികളും എൻജോയ് ചെയ്യും, മുതിർന്നവരും എൻജോയ് ചെയ്യും. നമുക്ക് ഇടയ്ക്ക് തിലകൻ ചേട്ടനെ ഓർമ്മ വരും അതിന്റെ ഇടയ്ക്ക്. എന്തോ ബുക്ക് ഞാൻ വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോ പോയി അത് കംപ്ലീറ്റ് ചെയ്യണം. ഇല്ല, അല്ല, ഇതൊരു ഫിലിം അല്ലേ, ഒരു വിഷ്വൽ ട്രീറ്റ് അല്ലേ. അത് എന്തായാലും അത് ജസ്റ്റിഫൈഡ് ആണ്. അത് നല്ലോണം നല്ല രീതിയിൽ തന്നെ അത് ഡയറക്ഷൻ എല്ലാം അടിപൊളിയാണ്. നല്ല രസം.